ലളിതം ഗണിതം ലളിതമീ ഗണിതം. നമസ്കാരം മിടുക്കികളെ മിടുക്കന്മാരെ, ഹാപ്പി ആയിട്ടിരിക്കുന്നില്ല എല്ലാവരും? ഇതൊരു ഉഷാർ കുറവ് എല്ലാവർക്കും. ഒരു കാര്യം ഉഷാറാക്കാൻ ഞാനൊരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ചോദിക്കാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. എന്താണത്? കേരളത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് കിടക്കുന്ന കടലുണ്ടല്ലോ, ആ കടലിൻ്റെ പേരെന്താണ്? ഫാത്തിമ? കോഴിക്കോട് കടപ്പുറ? അല്ല, കടപ്പുറം ശരി തന്നെ, പക്ഷെ ആ കടലിനൊരു പേരുണ്ട്. ഇവിടെ നിയാസ് അറിയില്ല, അഞ്ജലി? അറബിക്കടൽ. അത് ശരി, കറക്റ്റ് ആൻസർ. ആ കടലിന് പൊതുവെ പറയുന്ന പേരാണ് അറബിക്കടൽ, അല്ലെങ്കിൽ അറേബ്യൻ സീ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഉഷാറായില്ലേ? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടപയച്ചിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, പെട്ടെന്ന് ഉത്തരം പറയാം. ഇപ്പോൾ നിങ്ങൾ പഠിച്ചതോ പഠിക്കാത്തോ എന്നുള്ളതല്ല, ഒരു ജനറൽ നോളജിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുന്നതാണ്. നമ്മുടെ ക്ലാസ് ബുക്കിലുണ്ടോ ഇല്ലയോ നമുക്കത് അറിയേണ്ടത് ആവശ്യമാണ്. കേരളത്തിന് വെസ്റ്റ് സൈഡിൽ കിടക്കുന്ന സീയുടെ പേരെന്താണ്? അറേബ്യൻ സീ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ഇന്നത്തെ ക്ലാസ്? 7th സ്റ്റാൻഡേർഡ് CBSE മാത്സിലത്തെ ചാപ്റ്റർ 5 ലൈൻസ് ആൻഡ് ആംഗിൾസ്, അതാണ് ഇപ്പം എടുക്കാൻ പോകുന്നത്. വേഗം പോയാലോ ക്ലാസ്സിലേക്ക്? ഗെറ്റ് റെഡി, സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് പുതിയ ചാപ്റ്റർ ആരംഭിക്കാം. ചാപ്റ്റർ 5 ലൈൻസ് ആൻഡ് ആംഗിൾസ്. ലൈൻസിനും ആംഗിൾസിനെയും കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്കൊരു പോയിൻറ്റ്സ് എന്ന് തുടങ്ങാം. ഒന്ന് ഓർമ്മ പുതുക്കണ്ടേ? പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീരെ ചെറിയ ഒരു ഒറ്റ കുത്ത്, കാണാൻ പാടില്ല, ആ പൊസിഷൻ മാത്രമേ പാടുള്ളൂ. ഇത് എത്രയും ഈ വലിപ്പം ചെറുതാവണം, അത്രയും ആ പോയിൻ്റ് എന്ന് പറഞ്ഞ സംഗതിയുടെ ആക്യുറസി വലുതാവും. മനസ്സിലായി? ഇതിപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി വലുതാക്കി വളർത്തിരിക്കുന്നത്. ആക്ച്വൽ പോയിൻറ്റിൽ കണ്ണിൽ കാണാൻ പറ്റാത്ത അത്ര ചെറുതായിരിക്കും. ഒരു പോയിന്റ് ചെറുതാക്കുക, പിന്നെയും ചെറുതാക്കുക, പിന്നെ അങ്ങനെ ഏറ്റവും ചെറുതായിട്ടുള്ള ആ ഒരു പൊസിഷൻ മാത്രം. എവിടെയാണ്? ഇവിടെയാണോ? ആ പൊസിഷൻ മാത്രം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ പോയിൻ്റ് രണ്ട് തരത്തിലുണ്ട്. എന്താണ്? ഒന്ന് ഇവിടെ ഒരു പോയിൻ്റ് നോക്കൂ, ഇവിടെ ഒരു പോയിൻ്റ്. ഈ രണ്ട് പോയിൻ്റെയും ഇടയിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കാൻ പറ്റും അല്ലേ? ഇവിടെ ടച്ച് ചെയ്യുക, ഇങ്ങനെ വയ്ക്കുക. ഈ രണ്ട് പോയിൻറ്റും ടച്ച് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാൻ പറ്റും. ഒരു ലൈൻ വരയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പോരാ, ഒരേ ഒരു ലൈനേ വരയ്ക്കാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. നോക്കൂ, ഇതേ കൂടെ ഒരു ലൈൻ വരച്ചു, അത് ഇവിടെ മുട്ടില്ലല്ലോ. ഇതേ കൂടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, അത് ഈ പോയിന്റിൽ പൊട്ടില്ല. അപ്പോൾ രണ്ട് പോയിന്റ് തന്നു കഴിഞ്ഞാൽ അത് രണ്ടും ടച്ച് ചെയ്തിട്ട് നമുക്ക് ഒരേ ഒരു ലൈനെ വരയ്ക്കാൻ പറ്റും. ഓർമ്മയല്ലേ പറഞ്ഞത്? അതേമാതിരി ഒറ്റ പോയിന്റ് ആണെങ്കിൽ അത് കൂടെ എത്ര വേണമെങ്കിൽ വരയ്ക്കാം അല്ലേ? ഇങ്ങനെ ഒരു പോയിന്റ് തന്നുള്ളെങ്കിൽ അതിൻ്റെ ആ പോയിന്റ് ടച്ച് ചെയ്തിട്ട് നമുക്ക് എത്ര ലൈൻ വേണമെങ്കിൽ വരയ്ക്കാം. നേരെ മറിച്ച് രണ്ട് പോയിന്റ് തന്നാൽ അത് രണ്ടും ടച്ച് ചെയ്തിട്ട് ഒരേ ഒരു ലൈനെ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അപ്പോൾ ഒരു പോയിൻ്റെയും രണ്ട് പോയിൻ്റെയും പ്രത്യേകത മറ്റേ മനസ്സിലായില്ലേ? ഇനി 3 പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. 3 പോയിൻ്റ് അടിച്ചു. ഇത് ഒരു ലൈനിൽ വരുന്ന മാതിരിയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് A എന്ന് വിചാരിക്കുക, ഈ പോയിൻറ്റിൻ്റെ പേര്. ഇത് B, ഇത് C. ഇത് Aയും Bയും Cയും ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ ഈ 3 പോയിൻറ്റിനെ നമ്മളൊരു പേരിട്ട് വിളിക്കും. എന്താണ് പേര്? കൊല്ലീനിയർ പോയിൻറ്റ്സ്. ഒരേ ലൈനിലുള്ള പോയിൻറ്റ്സ്, കൊല്ലീനിയർ പോയിൻറ്റ്സ്. 2 പോയിൻ്റേ ഉള്ളൂ എങ്കിൽ അതിന് വലിയ പ്രസക്തി ഇല്ല. അപ്പോൾ A എന്ന് പറഞ്ഞൊരു പോയിൻ്റ്, B എന്ന് പറഞ്ഞൊരു പോയിൻ്റ്, അത് കൊല്ലീനിയർ തന്നെ ആവും.
അല്ലേ? 3 പോയിന്റ് ആകുമ്പോഴാണ് കൊല്ലീനിയർ ആവോ ആവില്ല എന്നുള്ള സംശയം വരിക, അല്ലേ? ഈ 2 പോയിന്റും കൂടെ എങ്ങനെയും ഒരു ലൈൻ പോവും, അപ്പോൾ അതിന് സംശയമില്ല. അപ്പോൾ അതിന് കൊല്ലീനിയർ എന്നൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, 2 പോയിന്റ്സ് മാത്രമാണെങ്കിൽ. 3 പോയിന്റ് ആകുമ്പോൾ കൊള്ളീനിയറും ഉണ്ടാവും, പിന്നെന്തുണ്ടാവും? നോൺ കൊള്ളീനിയറും ഉണ്ടാവും. അപ്പോൾ ഈ എ ബി സി തന്നെ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, എ ബി സി. സംഗതി പാളിപ്പോയി അല്ലേ? സി എയും ബിയും കൂടി ചേർത്ത് വരച്ചാൽ അത് ഇങ്ങനെ പോകും, ബിയും സിയും കൂടി ചേർത്ത് വെച്ചാൽ ഇങ്ങനെ പോകും, അത് എ ഇൻക്ലൂഡ് ആവില്ല. എയും സിയും കൂടി വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും, ബി ഇൻക്ലൂഡ് ആവില്ല. അപ്പോൾ ഈ 3 പോയിൻറ്റ്സും ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ നമുക്ക് ഒരു ലൈനോ ലൈൻ സെഗ്മെൻറ്റോ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ടൈപ്പ് പോയിൻറ്റ്സിനെയാണ് നമ്മൾ നോൺ കൊല്ലീനിയർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. പിടിയിട്ടില്ല. ഇനി അടുത്തതാണ് നോക്കേണ്ടത് ലൈൻ സെഗ്മെൻറ്റ് എറേ. ഇത് 3ൻ്റെ വ്യത്യാസങ്ങൾ എന്താ? നിങ്ങൾക്ക് ഓൾറെഡി അറിയണതാണ്, എന്നാലും ഓർമ്മ പുതുക്കാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടി പറയുകയാണ്. ഒരു ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലൈനിൻ്റെ ഒരു പാർട്ട്, ലൈൻ സെഗ്മെൻറ്റ്, ഒരു കഷ്ണം. എ എന്ന് പറഞ്ഞു, ബി എന്ന് പറഞ്ഞ പോയിൻ്റ്, ഇതാ എ എന്ന് പറഞ്ഞൊരു പോയിൻ്റ്, ബി എന്ന് പറഞ്ഞ പോയിൻ്റ്. ഇത് രണ്ടും എൻഡ് പോയിൻറ്റ്സ് ആയിട്ട് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ ഒരു ലൈൻ സെഗ്മെൻ്റ് എന്ന് പറയും. അപ്പോൾ ഈ ലൈൻ സെഗ്മെൻറ്റ് എ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എൻഡ് പോയിൻ്റ് ബി ആണ്, മറ്റേ എൻഡ് പോയിൻ്റ് എ ആണ്. ഇനി റേ എന്താണ്? റേ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഒരു ലൈൻ സെഗ്മെൻറ്റിന് എത്ര എൻഡ് പോയിൻ്റ് ഉണ്ട്? 2 എൻഡ് പോയിൻ്റ് ഉണ്ട്. ഇനി ഒരു എൻഡ് പോയിൻ്റ് വരെയുള്ള മാത്രമുള്ള കാര്യം ഏതാണ്? റഹ്മാൻ, റേ, അതാണ് കറക്റ്റ്, പിടിക്കാൻ. അപ്പോൾ റഹ്മാൻ ഉത്തരം പറഞ്ഞു, ഒരു എൻഡ് പോയിൻ്റ് മാത്രം. അപ്പോൾ എ ഒരു എൻഡ് പോയിൻ്റ് ആണെന്ന് വിചാരിക്കുക. ബി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുണ്ടെങ്കിലും ബി എൻഡ് പോയിൻ്റ് അല്ല എന്ന് വിചാരിച്ചാൽ എന്തുണ്ടാവും? ഈ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ പോവും, ഇങ്ങനെ പോവും, അവസാനിക്കാതെ പോവും, ഇൻഫിനിറ്റായിട്ട് പോവണം, അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ റേ എ ബി എന്ന് പറയും. ഇതിനെയാണ് റേ, അതായത് ഒരു എൻഡ് പോയിൻ്റ് ഉണ്ടാവും, രണ്ടാമത്തെ എൻഡ് പോയിൻ്റ് ഉണ്ടാവില്ല, അത് ഇൻഫിനിറ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈ ബോർഡും കഴിഞ്ഞ്, ഈ ചുമരും കഴിഞ്ഞ്, ആ അപ്പുറത്തെ മരത്തിൻ്റെയും കഴിഞ്ഞ്, വേറെ രാജ്യത്തിലേക്കും കഴിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അവസാനമില്ല. അതാണ് ഈ റേയുടെ പ്രത്യേകത, ഒരു സൈഡിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ റേക്ക് എത്ര എൻഡ് പോയിൻ്റ് ഉണ്ട്? ഒരു എൻഡ് പോയിൻ്റ്. ലൈൻ സെഗ്മെൻറ്റിന് 2 എൻഡ് പോയിൻ്റ്. ഇനി എൻഡ് പോയിൻ്റ് ഇല്ലാത്ത സാധനം എന്താ? പറയൂ ബിന്ദു. ലൈൻ. അതന്നെ, ലൈനിന് എൻഡ് പോയിൻ്റ് ഇല്ല. നമ്മൾ എ ബി തന്നെ എടുത്തു, എ എടുത്തു, ബി എടുത്തു, ബി കൂട്ടി ബി ഇത് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ പോകണം. അതുമാതിരി ഇതും എയിൽ നിൽക്കുന്നില്ല, ഇങ്ങനെ പോയി, കണ്ടോ? ഇത് ലൈൻ എ ബി ആണ്. ഈ സൈഡിലേക്കും പോകണു, ഈ സൈഡിലേക്കും പോകും, നിൽക്കാതെ പോകണം, ഒരു സ്ഥലത്ത് എൻഡ് ആവില്ല. ഇതിനെയാണ് നമ്മൾ ലൈൻ എ ബി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ലൈനിന് ഒരു എൻഡ് പോയിൻ്റ് ഉണ്ടാവില്ല. ഇവിടെ എൻഡിൽ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ എൻഡിൽ എവിടെയും പോയിക്കൊണ്ടിരിക്കുന്നു. റേക്ക് എന്താണ്? റേക്ക് ഒരു എൻഡ് പോയിൻ്റ് ഉണ്ട്, സ്റ്റാർട്ടിങ് പോയിൻ്റ്, മറ്റേ എൻഡ് പോയിന്റിൽ ഇങ്ങനെ പോകുന്നു. ലൈൻ സെഗ്മെൻ്റ് ആണെങ്കിലോ 2 എൻഡ് പോയിൻ്റ് ഉണ്ട്, ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുന്നു. അതാണ് ലൈൻ സെഗ്മെൻറ്റ്. ഇപ്പോൾ ലൈൻ സെഗ്മെൻറ്റ്, റേ, ലൈൻ, വ്യത്യാസം മനസ്സിലായില്ല. ഇന്ന് നമ്മൾ എങ്ങനെ എഴുതാന്ന് പറയാം. ഈ ലൈൻ സെഗ്മെൻറ്റ് എ ബി എന്ന് നമ്മൾ എഴുതാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എ ബി എന്ന് എഴുതും, എന്നിട്ട് അതിൻ്റെ മീതെ ഒരു വര വരയ്ക്കും. അപ്പോൾ ഇതിനെ നമ്മൾ വായിക്കുക ലൈൻ സെഗ്മെൻറ്റ് എ ബി എന്ന്. നേരെ വെച്ച് ഇത് ഈ എ ബി എന്ന് പറയുന്ന റേ ഉണ്ടല്ലോ, റേ എങ്ങനെ വരയ്ക്കുക? എ ബി എന്ന് തന്നെ എഴുതും, എന്നിട്ട് ഈ ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കണവരത് ഇങ്ങനെ ഒരു സൈഡിലൊരു ഏരോ, ഒരു സൈഡിലെ ഏരാണുള്ളൂ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാതെ റേ ആണെന്ന്. 2 സൈഡിൽ ഏരാണെങ്കിൽ ലൈനാണ്. അപ്പോൾ ഈ ലൈൻ എ ബി എന്ന് നമ്മളെങ്ങനെ എഴുതുക? എ ബി എന്ന് എഴുതുക, മുകളിലൊരു വര വരയ്ക്കുക, ഇവിടെ ഒരു ഏരോട് വര വരയ്ക്കണം. അതായത് 2 സൈഡിലേക്കും പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ലൈൻ എ ബി, ഇത് റേ എ ബി, ഇത് ലൈൻ സെഗ്മെൻറ്റ് എ ബി. പിടികിട്ടില്ലേ? അപ്പോൾ നമ്മൾ ലൈൻ എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ ആംഗിൾ എന്താണെന്ന് പഠിക്കാം. എന്താണ് ആംഗിൾ? വെൻ
when a line segment or lines meet, there forms an angle. ഒരു ലൈൻ സെഗ്മെൻറ്റോ ലൈനോ മീറ്റ് ചെയ്യുമ്പോൾ, അത് മീറ്റ് ചെയ്യുന്ന രണ്ട് തരത്തിലാവാം, ഇൻ്റർസെക്റ്റ് ആവാം അല്ലെങ്കിൽ വെറുതെ മീറ്റ് മാത്രമാണെങ്കിലും. അപ്പോൾ എങ്ങനെയായാലും ആംഗിള് ഫോം ആവും. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ്, ഓക്കെ, ബി സി എന്ന് പറയുന്ന വേറൊരു ലൈൻ സെഗ്മെൻറ്റ്, എ ബി, ലൈൻ സെഗ്മെൻറ്റ് എ ബി, ലൈൻ സെഗ്മെൻറ്റ് സി ബി, ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉടനടി ഒരു ആംഗിൾ ഫോമായി. കണ്ടോ, ഒരു ആംഗിളായില്ലേ? രണ്ട് ലൈൻ സെഗ്മെൻറ്റ് മീറ്റ് ചെയ്യുമ്പോൾ ഒരു ആംഗിൾ അവിടെ ഫോം ആവും. ഇത് ലൈൻ സെഗ്മെൻ്റ് ആവണമെന്നില്ല, ലൈൻ മീറ്റ് ചെയ്താലും എക്ക് അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ അതാ സി ഡി ഒരു ലൈൻ, ഇ എഫ് മറ്റേ ലൈൻ, രണ്ട് ലൈൻ കൂടി മീറ്റ് ചെയ്യണം. അപ്പോൾ ഈ മീറ്റിംഗ് പോയിൻ്റ് ഇല്ലേ, ഈ മീറ്റിംഗ് പോയിൻ്റ് അവിടെ അപ്പോൾ ഒരു ആംഗിൾ ഫോമായി. പക്ഷേ രണ്ട് ലൈൻ ഇവിടെ ജസ്റ്റ് മീറ്റ് ചെയ്യണതിന് പകരം ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുമ്പോൾ കുറേ ആംഗിൾ ഫോം ആവും. ഇതും ആംഗിളാണ് അല്ലേ, ഇതും ആംഗിളാണ്, ഇതും ആംഗിളാണ്, കുറേ ആംഗിൾ ഫോം ആവും. അതാണ് വ്യത്യാസം. അപ്പോൾ ലൈൻ സെഗ്മെൻറ്റോ ലൈനോ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റ് ചെയ്ത് ഇൻ്റർസെക്റ്റ് ചെയ്താലും ഇതിപ്പോൾ മീറ്റ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഒരു ആംഗിൾ ഫോമായി. ഇത് രണ്ട് ലൈന് ഇൻ്റർസെക്റ്റ് ചെയ്ത് പോവാം, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് പോവാം, ഇൻ്റർസെക്റ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ ഈ ലൈൻ സെഗ്മെൻറ്റ് ഇങ്ങനെ ക്രോസ് ആയിട്ട് വേണമെങ്കിൽ പോവാം. ലൈൻ സെഗ്മെൻറ്റ് എ ബി, ലൈൻ സെഗ്മെൻറ്റ് സി ബി ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, സി ഡി കണ്ടോ, ഇവിടെ എ ഇ എന്ന് വിചാരിക്കുക. അപ്പോൾ എ ഇ എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റും സി ഡി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റും ഇൻ്റർസെക്റ്റ് ചെയ്തു, അപ്പോഴും അവിടെ ആംഗിൾ ഫോമായി ഇല്ലേ. ഇനി പലതരത്തിലുള്ള ആംഗിൾസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഇതാ ഓർമ്മയില്ലേ, കറക്റ്റ് ഇങ്ങനെ ഇങ്ങോട്ടോ കുത്തനെ പെർപെൻഡിക്കുലർ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടെന്ന് വിചാരിക്കുക, എ ഒ ബി. അപ്പോൾ ആംഗിൾ എ ഒ ബി, ആംഗിൾ എ ഒ ബിയുടെ മെഷർമെൻറ്റ് എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ അതിനെ നമ്മളെന്ത് വിളിക്കും? റൈറ്റ് ആംഗിൾ എന്ന് വിളിക്കും. 90 റൈറ്റ്. ഇപ്പോഴും 90 ഡിഗ്രി ആംഗിളിൽ ഒരു ആംഗിൾ ഫോം ആയാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. 90 ഡിഗ്രിയിൽ കുറവാണെന്ന് വിചാരിക്കുക. ഈ ആംഗിൾ എ ഒ ബി ഇങ്ങനെയാണ് നിൽക്കണമെന്ന് വിചാരിക്കുക, എ ഒ ബി. ഇത് കണ്ണുമ്പോൾ ഇങ്ങനെ കുത്തനെ നിൽക്കുന്നതാണ് 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രികളും കുറച്ചുകൂടി താഴ്ന്നത്. അപ്പോൾ അതിന് അക്യൂട്ട് ആംഗിൾ എന്ന് പറയും. ഇനി ചിലത് 90 ഡിഗ്രിയേക്കാളും കൂടുതൽ വരാം. എ ഒ ബി, ആംഗിൾ എ ഒ ബി, ഇത് 90 ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വരുന്നു. അപ്പോൾ മോർ ദാൻ 90 ഡിഗ്രിയാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? അക്യൂട്ട് ആംഗിളായി, റൈറ്റ് ആംഗിളായി. അരുൺ അറിയില്ല? ആരതി മറന്നുമല്ല? ഫാത്തിമ? ഒപ്റ്റ്യൂസ് ആംഗിൾ. കറക്റ്റ് ആൻസർ. ഇതിനെ നമ്മളെന്ത് പറയും? ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയും. മോർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ഒപ്റ്റ്യൂസ് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ, റൈറ്റ് ആംഗിൾ, അതിനേക്കാളും വലുത് ഒപ്റ്റ്യൂസ് ആംഗിൾ. ഇനി അടുത്ത ആംഗിൾ എന്താണ്? സ്ട്രെയിറ്റ് ആംഗിൾ. ഇത് ഇവിടം വരെ എത്തിയില്ലേ? ഇനി ഇത് അങ്ങനെ വന്നിട്ട് കിടന്നു വിചാരിക്കുക. അതായത് കിടക്കുമ്പോൾ എന്താ വരിക? ഇതാ എ ഒ ബി. ഇതിങ്ങനെ നേർരേഖയില്ലേ, നേരെ, അതിനാണ് സ്ട്രെയിറ്റ്. അപ്പോൾ അതിനെ നമ്മൾ, ഈ ആംഗിളിനെ നമ്മളെന്ത് പറയും? സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയും. അപ്പോൾ അക്യൂട്ട് ആംഗിൾ എന്ത് ആംഗിൾ വേണമെങ്കിൽ ആവാം, പക്ഷേ
റൈറ്റ് ആംഗിളിന് മെഷർമെൻറ്റ് കറക്റ്റാണ്, ഫിക്സഡ് ആണ്. എന്താണ് 90 ഡിഗ്രി. അതേമാതിരി ഈ സ്ട്രെയിറ്റ് ആംഗിളിൻ്റെയും മെഷർമെൻറ്റ് കറക്റ്റാണ്. ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഇത് 180 ഡിഗ്രിയാണ്. സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി. ഇനി അടുത്തത് എന്താണ്? റിഫ്ലക്സ് ആംഗിൾ. റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ 180 കഴിഞ്ഞ് പോവാണ്. ഈ സ്ട്രെയിറ്റ് ആംഗിൾ നോക്കുക, അത് ഇങ്ങനെയെന്ന് വിചാരിക്കുക. ഇവിടെ ബി, ഇവിടെ ഒ, ഇവിടെ എ. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് എടുക്കണം കേട്ടോ. ഇത് ഈ ആംഗിൾ സംബന്ധിച്ച് ഇവിടം വരെ വെക്കുമ്പോൾ 180 ആയി, പിന്നെയും പോവുമല്ലേ, പിന്നെയും കറങ്ങി പോവുമല്ലേ. അപ്പോൾ മോർ ദാൻ 180 ആയി, 190 200 230 ഒക്കെ ആവാം അത്, അല്ലേ? അപ്പോൾ അങ്ങനത്തെ ആംഗിളിൽ നമ്മൾ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയും. മനസ്സിലായില്ലേ? അക്യൂട്ട് ആംഗിൾ ഏറ്റവും ചെറുത്, റൈറ്റ് ആംഗിൾ അതിനേക്കാളും വലുത്, ഒബ്റ്റ്യൂസ് ആംഗിൾ റൈറ്റ് ആംഗിളിനേക്കാളും വലുത്, സ്ട്രെയിറ്റ് ആംഗിൾ അതിനേക്കാളും വലുത്, ഏറ്റവും വലുത് റിഫ്ലക്സ് ആംഗിൾ മോർ ദാൻ 180. ഇനി ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ആംഗിളിൻ്റെ മെഷർമെൻറ്റിനെയും ആംഗിളിനെയും ഇപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ഉള്ളത് വിചാരിക്കാം. ഈ റൈറ്റ് ആംഗിൾ മെഷർമെൻറ്റിനെ ആംഗിൾ AOB ഇല്ലേ, അതിന് നമുക്ക് മെഷർമെൻറ്റ് 90 എന്ന് കാണിക്കാൻ വേണ്ടി സാധാരണ ഇത് നമ്മൾ എന്താ എഴുതുക, M എന്നൊരു വാക്കിടും. അത് മെഷർമെൻറ്റ് കാണിക്കാണ്. മെഷർമെൻറ്റ് AOB. ഇത് ഈ റൈറ്റ് ആംഗിളിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെഷർമെൻറ്റ് AOB ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കാണിക്കണം. പക്ഷെ പലപ്പോഴും ഈ M എന്നുള്ളതൊന്നും ഉപയോഗിക്കില്ല. നമ്മൾ വെറുതെ ആംഗിൾ AOB എത്രയാണ്, ആംഗിൾ AOB ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് എഴുതും. അപ്പോഴും നമ്മൾ മെഷർമെൻ്റ് ആണെന്ന് ആലോചിച്ചോണം. പിന്നെ മെഷർമെൻറ്റ് അല്ലാണ്ടെയും രണ്ടിനും മെഷർമെൻറ്റിനും തന്നെ ഉപയോഗിക്കുക, അല്ലാണ്ട് വെറുതെ ഒരു ആംഗിളിനെ ഇപ്പോൾ ആംഗിൾ AOB O സെൻറ്റർ ആയിട്ടുള്ളൊരു ആംഗിളാണ് നമ്മളൊരു സെൻറ്റൻസിൽ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോഴും ആംഗിൾ AOB എന്നേ നമ്മൾ പറയുള്ളൂ. അതായത് AOB നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്, മെഷർമെൻറ്റിനെ കുറിച്ചല്ല. AOBയുടെ സെൻറ്റർ O ആണെന്ന് പറയുമ്പോൾ ആംഗിൾ AOB എന്ന് പറയും. AOBയുടെ മെഷർമെൻറ്റ് 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ രണ്ടിനും ഒരേ ചിഹ്നമാണ് ഉപയോഗിക്കുക, ആംഗിൾ AOB. മനസ്സിലായി? അപ്പോൾ ലളിതം ഗണിതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എത്രയും പെട്ടെന്ന്. അതേമാതിരി ഏതെങ്കിലും കൂട്ടുകാരോട് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ക്ലാസ്സിനെ കുറിച്ച് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയുക, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. ബൈ.